കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. സ്ഥാനാർത്ഥികൾ ഗോതയിലേക്ക് ഇറങ്ങിയും കഴിഞ്ഞു. എന്നാൽ ഇത്തവണ ചർച്ചയാകുന്നത് സ്ഥാനാർത്ഥികളുടെ പേരിനേക്കാളും മുന്നണികളുടെ വാഗ്ദാനങ്ങളെക്കാളും ഉപരിയായി അവർക്ക് അനുവദിക്കപ്പെട്ട ചിഹ്നങ്ങളാണ്. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർക്ക് സ്ഥാനാർത്ഥിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ചിഹ്നം. എന്നാൽ ഈ ചിഹ്ന നിർണയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ കുഴപ്പിക്കുകയാണ്. വർഷങ്ങളായി ഉപയോഗിച്ചു പോന്ന ചിഹ്നങ്ങളും പെട്ടെന്ന് റദ്ദാക്കുന്നതും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സ്ഥാനാർത്ഥികളെ കോടതി കയറ്റുന്നതും ജനാധിപത്യത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വടകരയിലെ RMPI സ്ഥാനാർത്ഥി KK രമയുടെ കാര്യം തന്നെ നോക്കാം. കഴിഞ്ഞ തവണ ജയിച്ചപ്പോഴും തെരഞ്ഞെടുപ്പുകളിലും അവർ ഉപയോഗിച്ചത് ഫുട്ബോൾ ചിഹ്നമായിരുന്നു. ഇത്തവണയും അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് സ്ഥാനാർത്ഥി പോസ്റ്ററുകൾ വരെ അച്ചടിച്ച് പ്രചാരണം പകുതിയുമാക്കി. അപ്പോഴാണ് കമ്മീഷന്റെ അപ്രതീക്ഷിത വിധി വരുന്നത്. ഫുട്ബോൾ ഇനി നൽകാനാവില്ല. കാരണം ഗോവയിലെ ഏതോ ഒരു പ്രാദേശിക പാർട്ടിക്ക് ആ ചിഹ്നം അനുവദിച്ചിട്ടുണ്ട് എത്ര. സാങ്കേതികമായ കമ്മീഷൻ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ കാലാകാലങ്ങളായി ഒരു പ്രത്യേക ചിഹ്നത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് ചിഹ്നം മാറ്റേണ്ടി വരുന്നത് എത്ര വലിയ തിരിച്ചടിയാണ് എന്ന് കമ്മീഷൻ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ടെലിവിഷൻ ചിഹ്നത്തിലേക്ക് പെട്ടെന്ന് മാറേണ്ടി വരുമ്പോൾ വോട്ടർമാരിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ആരാണ് പരിഹരിക്കുക? ഇത് KK രമയുടെ മാത്രം പ്രശ്നമല്ല. ഏലത്തൂരിലെ AK ശശീന്ദ്രന് തന്റെ ചിഹ്നമായിരുന്ന ക്ലോക്ക് ലഭിച്ചില്ല, പകരം കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ചിഹ്നമാണ് ലഭിച്ചത്. NCPയിലെ വിഭാഗീയതയും ദേശീയ തലത്തിലെ മാറ്റങ്ങളും അതിന് കാരണമായി എന്ന് കമ്മീഷന്റെ ചൂണ്ടിക്കാട്ടൽ. അതുപോലെ തന്നെ കോഴിക്കോട് സൗത്തിലെ അഹമ്മദ് ദേവർ കോവിലിന് ഗ്ലാസ് ചിഹ്നം ലഭിക്കുമെന്ന് കരുതി, എങ്കിലും അവസാന നിമിഷം ബക്കറ്റ് ചിഹ്നമാണ് കിട്ടിയത്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കപ്പെടണം എന്നതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ ചിഹ്നം വോട്ടർമാരിലേക്ക് എത്തിക്കാൻ മതിയായ സമയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കമ്മീഷന് ബാധ്യതയില്ലേ എന്ന മറു ചോദ്യവുമുണ്ട്. നിയമങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങി സാധാരണക്കാരനായ വോട്ടർ കൺഫ്യൂഷനിലാവുന്നത് ജനാധിപത്യത്തിന് ഗുണകരമാണോ? അല്ല, ഒരിക്കലുമല്ല. PV അൻവറിന് ലഭിച്ച ഗ്യാസ് സിലിണ്ടർ ചിഹ്നം അദ്ദേഹം രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാക്കുന്നുണ്ട് എങ്കിലും ചിഹ്ന നിർണയത്തിലെ നിഷ്പക്ഷത എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ ആഗ്രഹിച്ച ചിഹ്നം ലഭിക്കാൻ കോടതി വരെ സമീപിക്കേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് എന്നതുകൂടെ നമ്മൾ ഓർക്കണം. അതിന്റെ തീരുമാനങ്ങൾ സുതാര്യവും എല്ലാവർക്കും ഒരുപോലെ ബാധകവുമാകണം. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണോ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട്. വോട്ടർമാരുടെ മനസ്സിൽ ഒരു ചിഹ്നം ഉറച്ചുപോയ ശേഷം അത് മാറ്റുന്നത് ആരെ സഹായിക്കാനാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ തീരുമാനമെടുക്കുമ്പോഴും അതിന്റെ പ്രത്യാഘാതം സാധാരണ വോട്ടർമാരിൽ ഉണ്ടാക്കുന്ന സ്വാധീനം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ചിഹ്നം അനുവദിക്കപ്പെടുന്നതിലെ കാലതാമസവും അവസാന നിമിഷത്തെ മാറ്റവും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ചെലവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മവിശ്വാസത്തെയും അത് ബാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ പോലും ചിഹ്നങ്ങൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കമ്മീഷൻ ഇവിടെ തിരിച്ചറിയുകയും വേണം. അവസാനമായി പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ ആ നിയമങ്ങൾ സ്ഥാനാർത്ഥികളെ ദ്രോഹിക്കുന്ന രീതിയിലോ വോട്ടർമാരെ വഴിതെറ്റിക്കുന്ന രീതിയിലോ ആകരുത്. സാങ്കേതികത്വങ്ങൾ വളരെ പ്രധാനമാണ്, എങ്കിലും ജനാധിപത്യത്തെ കൂടെ നോക്കേണ്ടതുണ്ട്.